പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിലെ രണ്ടാമത്തെ ഭാഗമാണ്. അതിൽ നമ്മൾ വൈൽ ലൂപ്പിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്ന് പറയുമ്പോൾ അതിൻ്റെ സിൻറ്റാക്സും അതിൻ്റെ എക്സിക്യൂഷനും അതുപയോഗിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിലുള്ള രണ്ടാമത്തെ അതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ആ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റാണ് ഏത്? ഫോർ ലൂപ്പ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ള ഇനിയുള്ള അടുത്ത ചാപ്റ്ററുകളിലും ലാബുകളിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള എല്ലാ പ്രോഗ്രാമിലും മിക്കവാറും ഉപയോഗിക്കുന്ന ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റാണ് ഏത്? ഫോർ ലൂപ്പ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ എക്സിക്യൂഷൻ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇത് നമ്മൾ കഴിഞ്ഞ +1 നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. എന്നാലും ഞാൻ ഇവിടെ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാണ് എങ്ങനെയാണ് ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഞാനിവിടെ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ പ്രത്യേകത, ഇപ്പോൾ നമ്മളതിൻ്റെ ഒരു സിൻറ്റാക്സ് ആണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഫോർ പാരാന്തസിസിനുള്ളിൽ ഇനീഷ്യലൈസേഷൻ സെമികോളൻ ടെക്സ്റ്റ് എക്സ്പ്രഷൻ സെമികോളൻ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, എന്നിട്ട് നമ്മൾ പാരാന്തസിസ് ക്ലോസ് ചെയ്തു. എന്നിട്ട് നമ്മൾ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ബോഡി ഓഫ് ദ ലൂപ്പ് കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. നമുക്കറിയാം ഏതൊരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്താലും അത് ഫോർ ലൂപ്പ് ആണെങ്കിലും വേണ്ടിയില്ല, വൈൽ ലൂപ്പ് ആണെങ്കിലും വേണ്ടിയില്ല, ഡു വൈൽ ലൂപ്പ് ആണെങ്കിലും വേണ്ടിയില്ല. അതിൽ 4 കോമ്പണൻസുകളുണ്ട്, നമുക്കറിയാമല്ലോ. അതിൽ ഒന്നാമത്തെ കോമ്പണൻ്റ് ആണ് ഇത് ഇനീഷ്യലൈസേഷൻ, രണ്ടാമത്തെ കോമ്പണൻ്റ് ആണ് ഇത് ടെക്സ്റ്റ് എക്സ്പ്രഷൻ, മൂന്നാമത്തെ കോമ്പണൻ്റ് ആണ് ഇത് ബോഡി ഓഫ് ദ ലൂപ്പ്, നാലാമത്തെ കോമ്പണൻ്റ് ആണ് ഇത് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ 4 കോമ്പണൻറ്റും ഈ 3 ലൂപ്പിലുണ്ടായിരിക്കും. ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അതെല്ലാം ഫോർ ലൂപ്പിലുള്ള വരുന്ന സ്ഥലത്തായിരിക്കില്ല വൈൽ ലൂപ്പിൽ വരിക, വൈൽ ലൂപ്പിൽ വരുന്ന സ്ഥലത്തായിരിക്കില്ല ഡു വൈൽ ലൂപ്പിൽ വരിക. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത് നോക്കിയേ, ഇനീഷ്യലൈസേഷൻ ഒന്നാമത്തെ കോമ്പണൻറ്റ് ഇനീഷ്യലൈസേഷൻ, രണ്ടാമത്തെ കോമ്പണൻറ്റ് ടെക്സ്റ്റ് എക്സ്പ്രഷൻ, മൂന്നാമത്തെ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ദെൻ ബോഡി ഓഫ് ദ ലൂപ്പ്. ഇനി ഈ ഫോർ ലൂപ്പിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇനീഷ്യലൈസേഷനും ടെക്സ്റ്റ് എക്സ്പ്രഷനും അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റും ഒരുമിച്ചാണ് വരുന്നത്. വേറെ ബാക്കിയുള്ള 2 ലൂപ്പിലും വൈൽ ലൂപ്പ് ആണെങ്കിലും വേണ്ടിയില്ല, ഡു വൈൽ ലൂപ്പ് ആണെങ്കിലും വേണ്ടിയില്ല, അങ്ങനെ ഒരുമിച്ച് വരുന്നില്ല ഈ ഇനീഷ്യലൈസേഷനും ടെക്സ്റ്റ് എക്സ്പ്രഷനും അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റും. പക്ഷേ ഇവിടെ ഫോർ ലൂപ്പിൻ്റെ ഫോർ ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇനീഷ്യലൈസേഷനും ടെക്സ്റ്റ് എക്സ്പ്രഷനും അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റും ഒരുമിച്ചാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ഇത് ഏറ്റവും ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ലൂപ്പാണ് ഇത് ഫോർ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഇതിൻ്റെ എക്സിക്യൂഷൻ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ആദ്യം തന്നെ ഞാൻ ഇവിടെ നമ്പർ കൊടുക്കുകയാണ്. ആദ്യം തന്നെ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഫോർ ലൂപ്പിൽ വന്നാൽ പ്രോഗ്രാം കൺട്രോൾ ഫോർ ലൂപ്പിൽ വന്നാൽ സംഭവിക്കുന്നത് ആദ്യം ഇനീഷ്യലൈസേഷൻ നടക്കും. അത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടെക്സ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ലോജിക്കൽ എക്സ്പ്രഷൻ ആവാം, അല്ലെങ്കിൽ നമ്മളുടെ റിലേഷണൽ എക്സ്പ്രഷൻ ആവാം. അത് ഏത് എക്സ്പ്രഷൻ ആണെങ്കിലും വേണ്ടില്ല, ആ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും. അതിന് നമ്മൾ കണ്ടീഷൻ നമ്മൾ പറയാറുണ്ട്. ആ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ഔട്ട്പുട്ട് ഒന്നല്ലെങ്കിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. ഇനി ഈ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ സംഭവിക്കുന്നത് പ്രോഗ്രാം കൺട്രോൾ നേരെ ബോഡി ഓഫ് ദി ലൂപ്പിൽ വരികയാണ്. ട്രൂ ആണെങ്കിൽ ആ ബോഡി ഓഫ് ദി ലൂപ്പിൽ വന്നിട്ട് ആ ബോഡി ഓഫ് ദി ലൂപ്പിൽ എത്ര സ്റ്റേറ്റ്മെൻ്റ് ആണോ നമ്മൾ എഴുതിയിട്ടുള്ളത് ആ സ്റ്റേറ്റ്മെൻറ്റ് മൊത്തം എക്സിക്യൂട്ട് ചെയ്യും, ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് ഇതിലെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുക പ്രോഗ്രാം കൺട്രോൾ നേരെ എവിടേക്ക് വരും? അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരും. ഈ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ ടെക്സ്റ്റ് എക്സ്പ്രഷൻ വീണ്ടും ഇവാലുവേറ്റ് ചെയ്യണം, നേരെ ഇങ്ങോട്ട് വരും. ഈ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഇത് ട്രൂ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പ്രോഗ്രാം കൺട്രോൾ നേരെ ബോഡി ഓഫ് ദി ലൂപ്പിൽ വരും. ആ ബോഡി ഓഫ് ദി ലൂപ്പിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ എത്ര തവണ എക്സിക്യൂട്ട് ചെയ്തു? 2 തവണയായി. ഇന്നത്തെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും എവിടേക്ക് പോകും? അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകും. ഈ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പ്രോഗ്രാം കൺട്രോൾ നേരത്തെ പോലെ തന്നെ ടെക്സ്റ്റ് എക്സ്പ്രഷനിലേക്ക് വരും. ട്രൂ ആണെങ്കിൽ വീണ്ടും ബോഡി ഓഫ് ദി ലൂപ്പിൽ വരും. ഇവിടെ കിടന്നിങ്ങനെ കറങ്ങും. ഈ ലൂപ്പിൽ നിന്ന് എപ്പോഴാണ് പുറത്തോട്ട് വരിക? ഈ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആണെങ്കിൽ സംഭവിക്കുന്നത്
ബോഡി ഓഫ് ദ ലൂപ്പ് പ്രോഗ്രാം കൺട്രോൾ ബോഡി ഓഫ് ദ ലൂപ്പിലേക്ക് വരാതെ പ്രോഗ്രാം കൺട്രോൾ നേരെ ഇവിടേക്ക് വരും, ഈ ഫോർ ലൂപ്പിന് പുറത്തോട്ട് വരും. എന്താണെങ്കിൽ ഫാൾസ് ആണെങ്കിൽ. ഇതാണ് ഇതിൻ്റെ എക്സിക്യൂഷൻ. ഇനിയിപ്പോൾ നോക്കി, ഇത് ഫസ്റ്റ് ടൈമിൽ തന്നെ ഇനീഷ്യലൈസേഷൻ ചെക്ക് ചെയ്തു, ഇനീഷ്യലൈസേഷൻ എക്സിക്യൂട്ട് ചെയ്തു, അതിനുശേഷം ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തു. ആ ഫസ്റ്റ് ടൈമിൽ തന്നെ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? ബോഡി ഓഫ് ദ ലൂപ്പിലേക്ക് വരാതെ നേരെ ഇങ്ങോട്ട് വരും, ഒരു പ്രാവശ്യം പോലും എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് വീണ്ടും അതിൻ്റെ ബോഡി ഓഫ് ദ ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യുന്നതും അതേപോലെ തന്നെ ബോഡി ഓഫ് ദ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിനെ 2 കാറ്റഗറിയാക്കി ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞത് എന്തൊക്കെയാണ്? എൻട്രി കൺട്രോൾ ലൂപ്പും എക്സിറ്റ് കൺട്രോൾ ലൂപ്പും. എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ബോഡി ഓഫ് ദ ലൂപ്പിലേക്ക് കടക്കണമെങ്കിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുക, കണ്ടീഷൻ ട്രൂ ആണെങ്കിലേ ബോഡി ഓഫ് ദ ലൂപ്പിലേക്ക് കടക്കുള്ളൂ. എക്സിറ്റ് കൺട്രോൾ ലൂപ്പോ ബോഡി ഓഫ് ദ ലൂപ്പിലേക്ക് കടക്കും എങ്ങനെ? കണ്ടീഷൻ ചെക്ക് ചെയ്യാതെ തന്നെ ബോഡി ഓഫ് ദ ലൂപ്പിലേക്ക് കടക്കും. പിന്നെ ബോഡി ഓഫ് ദ ലൂപ്പിൽ നിന്ന് പുറത്തോട്ട് വരാനാണ് എന്ത് ചെയ്യുന്നത്? കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ നോക്കിയേ, ഇതിൻ്റെ എക്സിക്യൂഷൻ, ഫോർ ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ആ എക്സിക്യൂഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇത് എൻട്രി കൺട്രോൾ ലൂപ്പാണോ എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണോ? ബോഡി ഓഫ് ദ ലൂപ്പിലേക്ക് ആദ്യം ഇനീഷ്യലൈസേഷൻ, എന്നിട്ട് ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും. ട്രൂ ആണെങ്കിൽ എവിടേക്ക് വരും? ബോഡി ഓഫ് ദ ലൂപ്പിലേക്ക് വരും, എൻട്രി കൺട്രോൾ അല്ലേ? അപ്പോൾ വൈൽ ലൂപ്പും എൻട്രി കൺട്രോൾ ലൂപ്പാണ്. ഇനി ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫോർ ലൂപ്പ് ഏതന്നെയാണ്? എൻട്രി കൺട്രോൾ ലൂപ്പാണ്. എൻട്രി കൺട്രോൾ ലൂപ്പ്, ഫോർ ലൂപ്പും എൻട്രി കൺട്രോൾ ലൂപ്പാണ്. അപ്പോൾ ഇതിൻ്റെ എക്സിക്യൂഷനാണ് ഇപ്പോൾ ഞാനിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ, നമ്മൾ നേരത്തെ വൈൽ ലൂപ്പിൽ നമ്മൾ പറഞ്ഞൊരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പർ പ്രിൻ്റ് ചെയ്യുന്ന പ്രോഗ്രാമിൻ്റെ ഒരു കോഡ് സെഗ്മെൻറ്റ് നമ്മൾ വൈൽ ലൂപ്പിൽ ഡിസ്കസ് ചെയ്തല്ലോ. അതേ പ്രോഗ്രാമിനെ നമ്മൾ ഏത് വെച്ചിട്ട് ചെയ്യാണ്? ഫോർ ലൂപ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ആ പ്രോഗ്രാം കോഡ് ഒന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ നോക്കിയേ, ആദ്യം ഫോർ പരാന്തസിൻ്റെ ഉള്ളിൽ i is equal to 1 സെമികോളൻ i less than or is equal to 10 സെമികോളൻ i പ്ലസ് പ്ലസ്, അല്ലെങ്കിൽ പ്ലസ് പ്ലസ് i എന്ന് കൊടുത്താലും കുഴപ്പമില്ല. കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സി ഔട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ i സെമികോളൻ കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ അതിൽ ആദ്യത്തെ ഒന്നാമത്തേതാണ് എന്ത്? ഇനീഷ്യലൈസേഷൻ. ആദ്യം ഇനീഷ്യലൈസേഷൻ നടക്കും. അപ്പോൾ എന്താ സംഭവിക്കുക? ഐയുടെ വാല്യൂ 1 ആവും. ഐയുടെ വാല്യൂ 1 ആയ ശേഷം പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. i less than or is equal to 10, that is 1 less than or is equal to 10, whether it is true or false. Yes, true. എന്താ സംഭവിക്കുക? ട്രൂ ആണെങ്കിൽ നേരെ പ്രോഗ്രാം കൺട്രോൾ ബോഡി ഓഫ് ദ ലൂപ്പിൽ വരും. ഈ ബോഡി ഓഫ് ദ ലൂപ്പിൽ ആകെ ഒരു സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ, സി ഔട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ i എന്ന് പറഞ്ഞാൽ എന്താ? ഐയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുക. ഐയുടെ വാല്യൂ ഇപ്പോൾ എന്താ ഉള്ളത്? 1. അപ്പോൾ 1 എന്ന് പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ ആകെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളത് കൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? നേരെ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരും. i പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഐയുടെ വാല്യൂ 1 അപ്ഡേറ്റ് ചെയ്യുക. i is equal to i plus 1. അപ്പോൾ എന്താ? ഐയുടെ വാല്യൂ 1 ആയിരുന്നു. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഐയുടെ വാല്യൂ 2 ആയി. ഐയുടെ വാല്യൂ 2 ആയ ശേഷം പിന്നെ എവിടുക്ക പ്രോഗ്രാം കൺട്രോൾ പോവുക? നേരെ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരുന്നത് എവിടേക്ക്? ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ വരിക? 2 less than or is equal to 10, 2 less than or is equal to 10, അല്ലെങ്കിൽ 2 less than or is equal to 10. ട്രൂ ആണോ ഫാൾസ് ആണോ? യെസ്, ട്രൂ. ട്രൂ ആകുമ്പോൾ എന്താ സംഭവിക്കുക? നേരെ പ്രോഗ്രാം കൺട്രോൾ വീണ്ടും ബോഡി ഓഫ് ദ ലൂപ്പിൽ വരും. ബോഡി ഓഫ് ദ ലൂപ്പിൽ വന്നിട്ട് അതിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ രണ്ടാമത്തെ തവണ എഴുതി എക്സിക്യൂട്ട് ചെയ്യുന്നത്, രണ്ടാമത്തെ തവണയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സി ഔട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ആയി എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക? ഇപ്പോൾ എന്താണോ ഐയുടെ കറണ്ട് വാല്യൂ ഉള്ളത് ആ വാല്യൂ അവിടെ പ്രിൻ്റ് ആവും. അപ്പോൾ എന്താ? അപ്പോൾ ഐയുടെ വാല്യൂ 1 മാറി 2 ആയില്ലേ? അപ്പോൾ 2 എന്നുള്ള വാല്യൂ അവിടെ പ്രിൻ്റ് ആയി. അപ്പോൾ ആദ്യം 1 എന്ന് പ്രിൻറ്റ് ചെയ്തിരുന്നു, ഇനിയിപ്പോൾ 2 എന്നും പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ ഇനി എന്താ സംഭവിക്കുക? നേരെ പ്രോഗ്രാം കൺട്രോൾ ഇവിടേക്ക് വരും. ഐയുടെ വാല്യൂ 3 ആവും. കണ്ടീഷൻ ചെക്ക് ചെയ്യും, ട്രൂ ആണ്. ബോഡി ഓഫ് ദ ലൂപ്പിൽ വരും, 3 പ്രിൻറ്റ് ചെയ്യും. 4 ആവും, കണ്ടീഷൻ ട്രൂ ആണ്. ഇവിടെ വരുമ്പോൾ 4 പ്രിൻറ്റ് ചെയ്യും. ഇവിടെ വന്നാൽ 5 ആയി, കണ്ടീഷൻ ട്രൂ ആണ്, 5 പ്രിൻറ്റ് ചെയ്യും. 6 ആയി, കണ്ടീഷൻ ട്രൂ ആണ്, 6 പ്രിൻറ്റ് ചെയ്തു. 7 ആയി, കണ്ടീഷൻ ട്രൂ ആണ്, 7 പ്രിൻറ്റ് ചെയ്തു. 8 ആയി, കണ്ടീഷൻ ട്രൂ ആണ്, 8 പ്രിൻറ്റ് ചെയ്തു. 9 ആയി, കണ്ടീഷൻ ട്രൂ ആണ്, 9 പ്രിൻറ്റ് ചെയ്തു. ഇനി ശ്രദ്ധിക്കണം, 10 ലെസ് ദാൻ or is equal to 10, അല്ലെങ്കിൽ 10 ലെസ് ദാൻ or is equal to 10 ട്രൂ ആണ്, 10 പ്രിൻറ്റ് ചെയ്യും. ദെൻ അടുത്തത് i പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ 11 ആയി. 11 ആകുമ്പോൾ ഇവിടെ 11 ലെസ് ദാൻ or is equal to 10, 11 ലെസ് ദാൻ or is equal to 10, ഫാൾസ്. ബോഡി ഓഫ് ദ ലൂപ്പിൽ വരുമോ? ഇല്ല. അപ്പോൾ എന്താ സംഭവിക്കുക? നേരെ പ്രോഗ്രാം കൺട്രോൾ ഇവിടെ താഴെയുള്ള ഇവിടെ കോഡ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ കോഡിലേക്ക് എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ ഫോർ ലൂപ്പിലേക്ക് വരില്ല.
ഇതാണിത് ഈ ഫോർ ലൂപ്പിൻ്റെ ഒരു എക്സാമ്പിൾ. ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പർ പ്രിൻ്റ് ചെയ്യുന്ന പ്രോഗ്രാമിൻ്റെ ഒരു എക്സാമ്പിൾ. അപ്പോൾ ഈ ഫോർ ലൂപ്പ് ഏത് ലൂപ്പാണ്? എൻട്രി കൺട്രോൾ ലൂപ്പാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡു വൈൽ ലൂപ്പാണ്. അപ്പോൾ വൈൽ ലൂപ്പ് കഴിഞ്ഞു, ഫോർ ലൂപ്പ് കഴിഞ്ഞു. ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏതാ? ഡു വൈൽ ലൂപ്പാണ്. ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിലെ ഇനി മൂന്നാമത്തെ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഡു വൈൽ ലൂപ്പ്. അപ്പോൾ അതിൻ്റെ സിൻറ്റാക്സ് ആണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ആദ്യം തന്നെ ഇനീഷ്യലൈസേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ഇനീഷ്യലൈസേഷൻ എന്ന് ഷോർട്ടായിട്ട് എഴുതിയാലും കുഴപ്പമില്ല. ഫോർ ലൂപ്പിൽ നമ്മൾ അങ്ങനെ എഴുതിക്കുന്നത് ഇനീഷ്യലൈസേഷൻ. അപ്പോൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാലും ഇനീഷ്യലൈസേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് എഴുതിയാലും എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് നോക്കിയ പുതിയൊരു കീവേഡ് ഡു എന്നുള്ള കീവേഡാണ്. അത് കഴിഞ്ഞിട്ട് കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബോഡി ഓഫ് ദ ലൂപ്പ് എന്ന് പറയുമ്പോൾ എന്താ, ആ ബോഡി ഓഫ് ദ ലൂപ്പിൽ നമുക്ക് എത്ര സ്റ്റേറ്റ്മെൻ്റ് ആണോ എഴുതാനുള്ളത് ആ സ്റ്റേറ്റ്മെൻറ്റ് മൊത്തം എഴുതി വെക്കുക. ബോഡി ഓഫ് ദ ലൂപ്പ് നമ്മൾ ഈഫും അതുപോലെ തന്നെ സ്വിച്ചിലും പറഞ്ഞ പോലെ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എന്ന് പറയുന്നില്ലേ, അതിന് പകരം നമ്മൾ ഫോർ ലൂപ്പിൽ പറയുന്ന പേരാണെന്ത്? ബോഡി ഓഫ് ദ ലൂപ്പ്. ഇവിടെയാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതുക. അതിൽ ലാസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, എന്ത്? അപ്ഡേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. നമ്മൾ വൈല എഴുതിയ അതേ കൺസെപ്റ്റ് തന്നെ, പക്ഷേ ആ ഇതിലെ സ്ട്രക്ചറിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, പക്ഷേ എക്സിക്യൂഷനിലും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അവസാനം അപ്ഡേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ഫോർ ലൂപ്പിൽ നമ്മളവിടെ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് എഴുതിയിട്ടുള്ളത്. രണ്ടും സെയിം തന്നെ. അപ്ഡേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് പറഞ്ഞാലും അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. എങ്ങനെ അവിടെ അങ്ങനെ എഴുതാം, ഇവിടെ എങ്ങനെ വേണമെങ്കിലും എഴുതാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ അപ്ഡേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. അത് കഴിഞ്ഞിട്ട് നോക്കിയേ, കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് വൈൽ എന്നുള്ള കീവേഡ് കൊടുത്തിട്ട് പാരാന്തസിസിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് എക്സ്പ്രഷൻ എഴുതി അവസാനം എന്ത് വേണം? സെമി കോളൻ വേണം. ചെറിയൊരു വ്യത്യാസം. വൈൽ ലൂപ്പ് എന്ന് അതിന് സ്ട്രക്ചറിൽ ചെറിയൊരു വ്യത്യാസം, എക്സിക്യൂഷനിലും വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളിത് എക്സിക്യൂഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ എന്താ? ഇനീഷ്യലൈസേഷൻ നടക്കും. ഇനീഷ്യലൈസേഷൻ നടന്ന ശേഷം ഈ ഡൂ എന്നുള്ള കീവേഡിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുള്ള, ഡൂ എന്നുള്ള കീവേഡിൻ്റെ ഉള്ളിലാണല്ലോ, പരാന്തസിൻ്റെ ഉള്ളിലാണ് നമ്മൾ ബോഡി ഓഫ് ദി ലൂപ്പും അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ഡൂ എന്നുള്ള കീവേഡിന് ശേഷമുള്ള ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ നോക്കി, ഇവിടെ ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ എവിടേക്ക് വരികയാണ്? ബോഡി ഓഫ് ദി ലൂപ്പിൽ വരികയാണ്. ബോഡി ഓഫ് ദി ലൂപ്പിൽ വന്നിട്ട് അവിടെയുള്ള മുഴുവൻ സ്റ്റേറ്റ്മെൻറ്റും എക്സിക്യൂട്ട് ചെയ്യും. അതിലത്തെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അപ്ഡേഷൻ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത ശേഷം വൈൽ ലൂപ്പിൽ കൊടുത്തിട്ടുള്ള ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും. അതിനുശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് ഈ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത്. എങ്ങനെ? ബോഡി ഓഫ് ദി ലൂപ്പിൽ ഒരു പ്രാവശ്യം ബോഡി ഓഫ് ദി ലൂപ്പിൽ വന്നിട്ട് അതിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ മൊത്തം എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിന് ശേഷമാണ് ഇവിടേക്ക് വരുന്നത് ഈ വൈൽ ലൂപ്പിൽ, വൈൽ എന്നുള്ള കീവേഡിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുള്ള ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇത് ട്രൂ ആണെങ്കിൽ, ഇത് നേരത്തെ പറഞ്ഞ പോലെ കണ്ടീഷൻ ട്രൂ ആവാം അല്ലെങ്കിലോ ഫാൾസ് ആവാം. രണ്ട് വാല്യൂയിൽ ഏത് വാല്യൂം വരാം. ട്രൂ ആണെങ്കിൽ എന്താ സംഭവിക്കുക? വീണ്ടും ഇവിടെ തന്നെ വരും. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും? ബോഡി ഓഫ് ദി ലൂപ്പിലുള്ള ഈ മുഴുവൻ സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യും. വീണ്ടും ഈ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും. ട്രൂ ആണെങ്കിൽ വീണ്ടും ബോഡി ഓഫ് ദി ലൂപ്പിൽ വന്നിട്ട് ഇവിടെയുള്ള മുഴുവൻ സ്റ്റേറ്റ്മെൻറ്റും എക്സിക്യൂട്ട് ചെയ്യും. വീണ്ടും വൈൽ എന്നുള്ള കീവേഡിൽ വന്നിട്ട് ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും. ട്രൂ ആണെങ്കിൽ വീണ്ടും ബോഡി ഓഫ് ദി ലൂപ്പിൽ വന്നിട്ട് അവിടെയുള്ള മുഴുവൻ സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യും. ഈ ബോഡി ഓഫ് ദി ലൂപ്പിൽ നിന്ന് എപ്പോഴാണ് പുറത്തോട്ട് വരുന്നത്? എക്സിറ്റ് കൺട്രോൾ. എക്സിറ്റിന് വേണ്ടിയിട്ടപ്പോഴാണ് ഈ ഇവിടെയുള്ള ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അത് ഫാൾസ് ആണെങ്കിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ബോഡി ഓഫ് ദി ലൂപ്പിൽ നിന്ന് പുറത്തോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലൂപ്പ് ഏത് ലൂപ്പാണ്? എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്. ഏത്? ഡു വൈൽ ലൂപ്പ് എന്ന് പറയുന്ന ലൂപ്പ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്. ഇനി നമുക്കിതിൻ്റെ ഒരു കോഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർ ലൂപ്പിൽ നമ്മൾ 10 നാച്ചുറൽ നമ്പർ പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമിൻ്റെ സെഗ്മെൻറ്റ് ഡിസ്കസ് ചെയ്തില്ലേ, അതേപോലെ വൈൽ ലൂപ്പിൽ നമ്മൾ ഒരു 10 നാച്ചുറൽ നമ്പർ പ്രിൻറ്റ് ചെയ്യേണ്ട പ്രോഗ്രാം കോഡിൻ്റെ സെഗ്മെൻറ്റ് ഡിസ്കസ് ചെയ്തില്ലേ, ഇവിടെ തന്നെ ആ പ്രോഗ്രാം തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഏതൊരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് എഴുതേണ്ട പ്രോഗ്രാം അത് ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ട് എഴുതാം, വൈൽ ലൂപ്പ് ഉപയോഗിച്ചിട്ട് എഴുതാം, ഡു വൈൽ ലൂപ്പ് ഉപയോഗിച്ചിട്ട് എഴുതാം. ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പർ പ്രിൻറ്റ് ചെയ്യേണ്ട പ്രോഗ്രാമിലെ പ്രോഗ്രാം കോഡാണ് ഏത് വെച്ചിട്ടുള്ളത്? ഡു വൈൽ ലൂപ്പ് ഉപയോഗിച്ചിട്ട് എഴുതിയിട്ടുള്ള കോഡാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ കോഡൊന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് 1 by 1 ആയിട്ട് വായിക്കുകയാണ്. I is equal to 1 സെമികോളൻ ഡു കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ I സെമികോളൻ ++I സെമികോളൻ കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് വൈൽ പരാന്തസിൻ്റെ ഉള്ളിൽ I less than or equal to 10
ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ. ഇവിടെ നോക്കിയേ, ഇവിടെയും ഇനീഷ്യലൈസേഷൻ ഉണ്ട്, ബോഡി ഓഫ് ദ ലൂപ്പ് ഉണ്ട്, ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഉണ്ട് ഇല്ലേ? ആ 4 കോമ്പണൻസും ഈ ഡു വൈൽ ലൂപ്പിലുണ്ട്. പക്ഷെ ഫോർ ലൂപ്പ് എഴുതിയ ഭാഗത്തല്ല വൈൽ ലൂപ്പിൽ വന്നിട്ടുണ്ടായിരുന്നത്, അതേ ഭാഗത്തുമല്ല എവിടെ ഉള്ളത്, ഡു വൈൽ ലൂപ്പിലുള്ളത്. പക്ഷേ 3 ലൂപ്പിലും വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് ആ 4 കോമ്പണൻസും വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഈ കോഡിൻ്റെ എക്സിക്യൂഷൻ പറയാണ്. ആദ്യം തന്നെ ഐയുടെ വാല്യൂ 1 സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ ഡൂ എന്നുള്ള കീവേഡിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുള്ള ഈ ബോഡി ഓഫ് ദി ലൂപ്പ് ഇല്ലേ, ഈ ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്യാതെ തന്നെ എക്സിക്യൂട്ട് ചെയ്യും. അത് ട്രൂ ഓഫ് ഫാൾസ് ഒന്നും ആദ്യം നോക്കുന്നില്ല. ഐയുടെ വാല്യൂ 1 ഇനീഷ്യലൈസ് ചെയ്ത ശേഷം ഡൂ എന്നുള്ള കീവേഡിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുള്ള എന്ന് പറയുമ്പോൾ ഈ 2 കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുള്ള ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ എന്താ, ഐയുടെ വാല്യൂ 1 ആയിരുന്നപ്പോൾ സി ഔട്ട് ഐ എന്ന് പറയുമ്പോൾ 1 പ്രിൻറ്റ് ചെയ്തു. ദെൻ പ്ലസ് എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ 2 എന്താ സംഭവിക്കാന്ന് അറിയാം, ഈ കേളി ബ്രാക്കറ്റിന് ശേഷം വൈൽ എന്നുള്ള കീവേഡിൻ്റെ പാരാന്തസിസിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുള്ള ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഇല്ലേ, അത് ഇവാലുവേറ്റ് ചെയ്യും. ഐയുടെ വാല്യൂ 2 ആയിക്കണല്ലോ. അപ്പോൾ ഇവിടെ എന്താ വരിക, 2 ≤ 10. ട്രൂ ആണോ ഫാൾസ് ആണോ? ട്രൂ ആണ്. അപ്പോൾ എന്താ സംഭവിക്കുക, നേരെ വീണ്ടും തന്നെ ഈ പ്രോഗ്രാം കൺട്രോൾ ഈ ഡൂ എന്നുള്ള കീവേഡിൻ്റെ ഉള്ളിലുള്ള ബോഡി ഓഫ് ദി ലൂപ്പ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. ട്രൂ ആകുമ്പോൾ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ വീണ്ടും ഈ സി ഔട്ട് ഐ എന്നുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഐയുടെ വാല്യൂ 2 പ്രിൻറ്റ് ചെയ്യും. ദെൻ ഐയുടെ വാല്യൂ 3 ആവും ഇല്ലേ? 3 ആകുമ്പോൾ പിന്നെന്താ സംഭവിക്കുക, ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്താൽ വീണ്ടും ഈ ടെക്സ്റ്റ് എക്സ്പ്രഷനിലേക്ക് വരികയാണ്. ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും. ട്രൂ ആണ്. കാരണം എന്താ, 3 ≤ 10 ട്രൂ ആണ്. ട്രൂ ആകുമ്പോൾ എന്താ സംഭവിക്കുക, വീണ്ടും ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. സി ഔട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ആയി 3 എന്നുള്ള വാല്യൂ പ്രിൻറ്റ് ചെയ്യും. ദെൻ പ്ലസ് ഐ എന്ന് പറയുമ്പോൾ 4 ആവും. കണ്ടീഷൻ ചെക്ക് ചെയ്യും. ട്രൂ ആണ്. 4 പ്രിൻറ്റ് ചെയ്യും. ദെൻ 5 ആവും. കണ്ടീഷൻ ചെക്ക് ചെയ്യും. ട്രൂ ആണ്. 5 പ്രിൻറ്റ് ചെയ്യും. 6 ആയി. കണ്ടീഷൻ ചെക്ക് ചെയ്തപ്പോൾ 6 ≤ 10 ട്രൂ ആണ്. 6 പ്രിൻറ്റ് ചെയ്തു. 7 ആയി. കണ്ടീഷൻ ട്രൂ ആണ്. 7 പ്രിൻറ്റ് ചെയ്തു. 8 ആവും. കണ്ടീഷൻ ട്രൂ ആണ്. 8 പ്രിൻറ്റ് ചെയ്തു. ഇവിടെ 9 ആയി. ഐയുടെ വാല്യൂ 9 ആയി. 9 ആയിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ 9 ≤ 10 ട്രൂ ആണ്. വീണ്ടും ബോഡി ഓഫ് ദി ലൂപ്പിൽ വന്നിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രാവശ്യം കൂടെ എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ എന്താ, 9 പ്രിൻറ്റ് ചെയ്തു. പ്ലസ് ആയി 10 ആയി. ഐയുടെ വാല്യൂ 10 ആയി. ഇനി ഇവിടെ വന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. 10 <10 ലെസ് ദാൻ ആയാലും ട്രൂ ആവും, ഈക്വൽ ആയാലും ട്രൂ ആവും. അപ്പോൾ ഈക്വൽ 10 <10 ട്രൂ ആയി. വീണ്ടും ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തു. ഇപ്പോൾ 10ാമത്തെ തവണ ഈ എക്സിക്യൂഷൻ നടക്കുന്നത് അല്ലേ? ദെൻ 10 പ്രിൻറ്റ് ചെയ്തു. ദെൻ പ്ലസ് ഐ എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂ 11 ആയി. 11 ആയിട്ട് വീണ്ടും ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. 11 < 10 എന്താ, ട്രൂ ആണോ ഫാൾസ് ആണോ? ഫാൾസ്. അപ്പോൾ എന്താ സംഭവിക്കുക, ബോഡി ഓഫ് ദി ലൂപ്പിലേക്ക് വരില്ല, നേരെ പ്രോഗ്രാം കൺട്രോളിലൂടെ താഴത്തുള്ള സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരും. ഇതാണ് ഈ എക്സിക്യൂഷൻ, ഈ കോഡിൻ്റെ എക്സിക്യൂഷൻ. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഇവിടെ 11 കൊടുത്തു ആലോചിക്കുക. ഐയുടെ വാല്യൂ 11 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. എന്നിട്ട് ഇതാ കണ്ടീഷൻ ചെക്ക് ചെയ്യാതെ തന്നെ, എവിടെ കണ്ടീഷൻ ഇവിടെയൊക്കെ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ 11 < 10 ഫാൾസ് ആണ്. അത് വൈൽ ലൂപ്പിലാണെങ്കിലും ബോഡി ഓഫ് ദി ലൂപ്പിൽ വരില്ല, ഫോർ ലൂപ്പിലാണെങ്കിലും ബോഡി ഓഫ് ദി ലൂപ്പിൽ വരില്ല, ഒരിക്കലും വരില്ലല്ലോ, എക്സിക്യൂട്ട് ചെയ്യില്ല. പക്ഷെ ഇവിടെയൊക്കെ 11 ആണ്. 11 ആയി സെറ്റ് ചെയ്ത ശേഷം കണ്ടീഷൻ ചെക്ക് ചെയ്യാതെ തന്നെ ഡൂ എന്നുള്ള കീവേഡിൻ്റെ ഉള്ളിലുള്ള ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. 11 എന്നുള്ള ഔട്ട്പുട്ട് വരും. പിന്നെ 12 ആവും. 12 ആയിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഫാൾസ് ആണ്. പിന്നെ അത് ബോഡി ഓഫ് ദി ലൂപ്പിൽ വരാണ്ട് കണ്ടീഷൻ പുറത്തു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ഇവിടുത്തെ പ്രത്യേകത, കണ്ടീഷൻ ഈ ബോഡി ഓഫ് ദി ലൂപ്പ് ഒരു പ്രാവശ്യമെങ്കിലും എക്സിക്യൂട്ട് ചെയ്യും. എവിടെ, ഡു വൈൽ ലൂപ്പിൽ. പക്ഷെ അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധ്യതയില്ല. അവിടെ ചെയ്യില്ല എന്നല്ല, ചെയ്യാൻ ഉറപ്പിക്കാൻ പറ്റില്ല, ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല. ഫോർ ലൂപ്പിൻ്റെ ഉള്ളിലുള്ള ബോഡി ഓഫ് ദി ലൂപ്പും വൈൽ ലൂപ്പിൻ്റെ ഉള്ളിലുള്ള ബോഡി ഓഫ് ദി ലൂപ്പും അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും എക്സിക്യൂട്ട് ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നമുക്ക് ഉറപ്പ് പറയാം, ഒരു പ്രാവശ്യമെങ്കിലും എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളത്. ഈ ചാപ്റ്ററിലെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന സെക്ഷൻ എന്ന് പറയുമ്പോൾ +1 ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ചാപ്റ്ററിലുള്ള കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന സെക്ഷൻ ഇവിടെ അവസാനിച്ചു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് +2 എന്ന് പറയുമ്പോൾ +1 ഡിസ്കസ് ചെയ്യാത്ത +2 മാത്രം ഇനി പുതുതായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഈ ചാപ്റ്ററിലെ കാര്യങ്ങളാണ്. അതിൽ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു സെക്ഷൻ നമ്മൾ ഇതിന് മുന്നേ +1 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. പുതിയ ഒരു കൺസെപ്റ്റാണ് നമ്മളിവിടെ ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്, നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അത് നമുക്ക് ഇനി അടുത്ത ക്ലാസ് മുതൽ നമുക്ക് എന്ത് ചെയ്യാം